ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് WWE റോയുടെ റേറ്റിംഗ് പുറത്തേക്ക് വന്നിട്ടുണ്ട്. നമുക്കറിയാം ഇപ്രാവശ്യത്തെ റോ എന്ന് പറയുന്നത് റോയൽ റംബിൾ കഴിഞ്ഞുള്ള റോയാണ്. അതുപോലെ CM Punkന്റെ ഒരു ഇഞ്ചുറി അപ്ഡേറ്റ് പറഞ്ഞൊരു റോയാണ്. സോ അതുകൊണ്ട് നല്ലൊരു വ്യൂവർഷിപ്പ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കും. എന്തായാലും ആ ഒരു രീതി തന്നെയുള്ള വ്യൂവർഷിപ്പാണ് ഇപ്രാവശ്യത്തെ റോ എപ്പിസോഡിൽ ലഭിച്ചിരിക്കുന്നത്. എന്തായാലും 2023 ജൂണിന് ശേഷമുള്ള ഏറ്റവും വലിയ വ്യൂവർഷിപ്പാണിത്. റോയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഏതാണ്ട് 1.99 മില്യൺ വ്യൂവർഷിപ്പാണ് ഇപ്രാവശ്യത്തെ റോ എപ്പിസോഡിൽ ലഭിച്ചിരിക്കുന്നത്. സോ അതൊരു വലിയ നമ്പർ തന്നെയാണ് WWE സംബന്ധിച്ചിടത്തോളം, USA നെറ്റ്വർക്കിനെ സംബന്ധിച്ചിടത്തോളം. എന്തായാലും CM Punk നേരത്തെ ഇതിന് ഫസ്റ്റ് എൻട്രിയുടെ ഒക്കെ സമയത്ത് പോലും ഇത്ര വലിയ വ്യൂവർഷിപ്പ് ഒന്നും ലഭിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ വ്യൂവർഷിപ്പ് കൂടാൻ കാരണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. കാരണം ഇതിനെക്കാട്ടിയൊക്കെ നല്ല എപ്പിസോഡ് നേരത്തെ ഉണ്ടായിരുന്നു. നമ്മളെ ആകാംക്ഷയായിട്ട് കാത്തിരിക്കുന്ന വലിയ എപ്പിസോഡുകളുണ്ടായിരുന്നു. എന്തായാലും ഒരു റോയൽ റംബിൾ, അതായത് എല്ലാവരും പറയുന്ന ഈ ഒരു റോയൽ റംബിൾ വളരെ മോശം റോയൽ റംബിൾ ആണെന്ന്. അങ്ങനെ എല്ലാവരും പറയുന്ന ഈ ഒരു വളരെ മോശം റോയൽ റംബിളിന് ശേഷമുള്ളൊരു എപ്പിസോഡായിരുന്നു. അതിന് ഇത്രയും റേറ്റിംഗ് വന്ന് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. എന്തായാലും കഴിഞ്ഞ റോ എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് കാലുഷിക്ക് ഒക്കാഡയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ആണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്നറിയില്ല, പ്രോ റെസ്ലിംഗ് ടീസ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ്. ഈ ഒരു വെബ്സൈറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് റെസ്ലേഴ്സിൻ്റെ ഒക്കെ മെർച്ചൻഡീസ് വിൽക്കുന്ന ഒരു ഷോപ്പാണ്. ഇത്രയും നാൾ കാലുഷിക്ക് ഒക്കാഡയുടെ മെർച്ചൻഡീസ് വിറ്റുകൊണ്ടിരുന്നത് ഈ ഒരു ഷോപ്പിലായിരുന്നു. പക്ഷേ ഇനി മുതൽ അദ്ദേഹത്തിൻ്റെ മെർച്ചൻഡീസ് ഒന്നും ഈ ഒരു ഷോപ്പ് പ്രൊഡ്യൂസ് ചെയ്യുകയില്ല, വിൽക്കുകയും ചെയ്യില്ല. സോ അദ്ദേഹത്തിൻ്റെ മെർച്ചൻഡീസ് തുടർച്ചയായി വിറ്റുകൊണ്ടിരുന്ന ആ ഒരു വെബ്സൈറ്റ് അദ്ദേഹത്തിൻ്റെ മെർച്ചൻഡീസ് വിൽക്കുന്നില്ല എന്ന് നമ്മൾ കേട്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി കാണും. അദ്ദേഹം എന്തെങ്കിലും WWE, അതായത് മറ്റേതെങ്കിലും കമ്പനിയിലേക്ക് ചേരാൻ പോകുന്നു, WWE അല്ലെങ്കിൽ AEW ഏതെങ്കിലും ഒരു കമ്പനി ചേരാൻ പോകും. അതുകൊണ്ടായിരിക്കാം ഈ ഒരു റെസ്ലിംഗ് ടീസ് എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റ് അദ്ദേഹത്തിൻ്റെ മെർച്ചൻഡീസിൻ്റെ സെയിലിംഗൊക്കെ അവസാനിപ്പിച്ചത്. സോ അദ്ദേഹം ഏത് റെസ്ലിംഗ് കമ്പനിയിലായിരിക്കും വരുന്നത് എന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ മാക്സിമം ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. എനിക്ക് തോന്നുന്നു AEW ആയിരിക്കും. WWEക്ക് വരാനാണെങ്കിൽ അദ്ദേഹം റോയൽ റംബിളിൽ തന്നെ വന്നേരെ. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്റർകോണിൽ ചാമ്പ്യനെ ഗുന്തറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ആണ്. എന്തായാലും ഗുന്തർ ഇപ്പോൾ 600 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് IC ചാമ്പ്യനായിട്ട്. അതായത് IC ചാമ്പ്യൻഷിപ്പിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ലോങ്ങസ്റ്റ് IC ചാമ്പ്യനാണ് അദ്ദേഹം. 600 ദിവസം എന്ന് പറയുന്നത് ഒരു ചെറിയ അച്ചീവ്മെൻ്റ് അല്ല, അതൊരു വലിയ അച്ചീവ്മെൻറ്റ് തന്നെയാണ്. അങ്ങനെ ഞാൻ പറയാൻ കാരണം എന്ന് പറയുന്നത് ഇത്രയധികം കഴിവുള്ള സൂപ്പർ സ്റ്റാർസ് WWE ഉണ്ട്. അവർ ഇടയ്ക്ക് പോലും ഈ ഒരു മിഡ് കാർഡ് ചാമ്പ്യൻഷിപ്പ് 600 ദിവസം കൈക്കൊണ്ട് കിടക്കുക എന്ന് പറയുന്നത് അത് വേറെ ലെവൽ ഒരു ചാമ്പ്യനെ പറ്റുകയുള്ളൂ. സോ ആ ഒരു ലെവൽ ചാമ്പ്യനാണ് ഗുന്തർ. സോ ഗുന്തറിൻ്റെ ആ ഒരു റെയിൻ എത്ര നാൾ കൂടി തുടരുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. റെസൽമേനിയയിൽ അവസാനിക്കുമെന്ന് പറഞ്ഞു നൽകുന്നു, പക്ഷേ എനിക്ക് തോന്നുന്നില്ല അതിൽക്കുള്ളിൽ പോകാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ ഒരു ചാമ്പ്യൻഷിപ്പ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ വന്ന ശേഷം അദ്ദേഹം എന്താണ് 91 തവണ ടൈറ്റിൽ ഡിഫൻസ് നടത്തി. ഡാർക്ക് മാച്ചസും TV ടാപ്പിങ്ങിലുള്ള മാച്ചസും അതുപോലെ പേപ്പർ വ്യൂ എല്ലാം ഇതിലുണ്ട്. സോ ഗുന്തർ എന്ന വൻമരത്തെ ആർക്ക് തകർക്കാൻ പറ്റുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, അതായത് ഗുന്തറിനെ പരാജയപ്പെടുന്ന ആരായിരിക്കും. നമുക്ക് നോക്കാം ആ ഒരു വ്യക്തി ഗുന്തറിനെ പരാജയപ്പെടുത്തുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ. എന്തായാലും നിങ്ങൾ മാക്സിമം ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ബ്രോക്ക് ലെസ്നറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ആണ്. അതായത് ഒരു പ്രമുഖമായി റിപ്പോർട്ട് ചെയ്തൊരു കാര്യമാണ്. അതായത് ഇനി ഒത്തിരി നാളത്തേക്ക്, അതായത് ഒരു ലോങ് ബേസിസിലേക്ക് നമുക്ക് ബ്രോക്ക് ലെസ്നറിനെ WWE കാണാൻ സാധിക്കുന്നതിൽ വളരെ ഒരു പ്രമുഖമായി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു കേട്ട കാര്യമാണ്. ബ്രോക്ക് ലെസ്നർ റെസ്ൽമേനിയ പ്ലാൻസിൽ നിന്ന് പുൾഡ് ഔട്ട് ആയത്. എന്തായാലും ഇപ്പോൾ ഒരു പ്രമുഖമായി റിപ്പോർട്ട് ചെയ്തുകൊണ്ട് അതായത് എനിക്ക് ഉറപ്പിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ മീഡിയ പേജ് റിപ്പോർട്ട് ചെയ്തൊരു കാര്യമാണ്. അതായത് റെസൽമേനിയ 32, അതായത് 2016 നടന്ന റെസൽമേനിയ. സോ ഈ ഒരു റെസൽമേനിയയ്ക്ക് വേണ്ടി WWE ആദ്യം പ്ലാൻ ചെയ്ത മാച്ച് കാർഡാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റിംഗ് വേഴ്സസ് അണ്ടർടേക്കർ, സിന വേഴ്സസ് KO IC ടൈറ്റിൽ, ബ്രോക്ക് ലെസ്നർ വേഴ്സസ് ബ്രേ വൈറ്റ്, ഷെയ്ൻ മിക്മാൻ വേഴ്സസ് ട്രിപ്പിൾ എച്ച്, അതുപോലെ തന്നെ റോളിൻസ് റെയിൻസ് വേഴ്സസ് ആംബ്രോസ്. ഈ ഒരു മാച്ചാണ് WWE പ്ലാൻ ചെയ്തിരിക്കുന്നത്. ബട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൂപ്പർ സ്റ്റാർസിൻ്റെ അൺഅവൈലബിലിറ്റിയും ഇഞ്ചുറീസും ഒക്കെ കാരണം ഈ ഒരു മാച്ചുകളൊക്കെ WWEക്ക് മാറ്റിയായിരുന്നു. എന്നാലും ഈ ഒരു മാച്ചുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു റെസൽമേനിയ മാച്ച് കാർഡ് എന്ന് പറയുന്നത് വേറെ ലെവലായിരിക്കും. സോ ഇതിൽ എനിക്ക് നഷ്ടപ്പെട്ടു പോയൊരു മാച്ച് എന്ന് പറയുന്നത് സ്റ്റിംഗ് വേഴ്സസ് അണ്ടർടേക്കർ മാച്ചാണ്. ഈ ഒരു മാച്ചിന് നമുക്ക് ഒരിക്കലും കാണാൻ സാധിക്കില്ല. ആ ഒരു സമയത്ത് നടന്നിരുന്നെങ്കിൽ ഒരു വേറെ ലെവലായിരുന്നു. കാരണം ഒരു ഐക്കോണിക് മാച്ച് നമുക്ക് കാണാൻ സാധിച്ചു. സോ എന്തുകൊണ്ടത് നടത്തിയില്ല എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് സെത്ത് റോളിൻസ് കോഡ് റോഡ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ആണ്. അതായത് സെത്ത് റോളിൻസ് സോഷ്യൽ മീഡിയ അദ്ദേഹം ഒരു ട്വീറ്റ് ചെയ്തിരുന്നു. ആ ഒരു ട്വീറ്റ് ഇങ്ങനെയാണ്: നിൻ്റെ മനസ്സിലെ പ്ലാൻ എന്താണ്? അങ്ങനെയാണ് അദ്ദേഹം കോഡിയോട് ചോദിക്കുന്നത്. അപ്പോൾ കോഡ് റോഡ്സ് ഈ നല്ല മറുപടി എന്ന് പറയുന്നത് ഞാൻ അടുത്ത സ്മാക്ഡൗൺ എപ്പിസോഡ് വരുന്നുണ്ട്, ആ ഒരു സമയത്ത് നിങ്ങൾക്ക് എല്ലാം മനസ്സിലാകുമെന്ന്. സോ ഇതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ഈ ഒരു മാച്ച് അടക്കമുള്ള, അതായത് സെത്ത് റോളിൻസ് വേഴ്സസ് കോഡ് റോഡ്സ് മാച്ച് അടക്കമുള്ള സാധ്യതകളൊക്കെ വളരെയധികം കുറവാണ്. ഈ ഒരു റോമൻ റീഡ്സ് അതുപോലെ കോഡ് റോഡ്സ് ആ ഒരു ഫിനിഷ് ദ സ്റ്റോറി മാച്ച് നടക്കാനുള്ള സാധ്യതയുള്ളൂ. ഒന്നാമത്തെ കുറേ മാച്ച് കാർഡ്സ് ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് തന്നെ അതായത് ബ്രോക്ക് ലെസ്നർ എന്ന് പറയുന്നൊരു വ്യക്തി റെസൽമേനിയ മത്സരിക്കേണ്ടതാണ്, അദ്ദേഹവും ഇല്ല. അതുപോലെ CM Punk റെസൽമേനിയ മത്സരിക്കേണ്ടതാണ്, അദ്ദേഹവും ഇല്ല. സോ വലിയ വലിയ നെയിംസ് ഒന്നും തന്നെ ഇല്ല. സോ അതുകൊണ്ട് തന്നെ റെസൽമേനിയയ്ക്ക് WWE നേരത്തെ കണ്ടു പരിചയമുള്ളൊരു മാച്ച് വെക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ നമുക്ക് കണ്ടറിയണം എന്താണ് ഈ ഒരു റെസൽമേനിയയ്ക്ക് വേണ്ടിയുള്ള WWE പ്ലാൻസ്. കാരണം വമ്പൻ താരങ്ങളെല്ലാം ഇല്ലാതായിപ്പോയി. അതുപോലെ തന്നെ മറ്റൊരു അപ്ഡേറ്റും പുറത്തേക്ക് വരുന്നുണ്ട്. അടുത്ത സ്മാക്ഡൗൺ എപ്പിസോഡിൽ റോമൻ റീഡ്സും ഉണ്ടാകുമെന്ന്, കൂടാതെ റോമൻ റീഡ്സ് കോഡ് റോഡ്സ് ഒരു കൺഫ്രണ്ട് അല്ലെങ്കിൽ ഇവരുടെ ഒരു ഫേസ് ടു ഫേസ് സെഗ്മെൻറ്റും ഉണ്ടായിരിക്കും പറഞ്ഞു തന്നു. സോ
അത് വേറെ ലെവലായിരിക്കും. സോ നമുക്ക് മിക്കവാറും ഏതാണ്ടൊക്കെ കൺഫേം ആകുമെന്ന് ഉറപ്പാണ് അടുത്ത സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ കോഡ് റോഡ്സ് വേഴ്സസ് റോമൻ റീൻസ് മാച്ച് റസൽമേനിയയിലേക്ക്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് റസൽമേനിയയിലെ ഏതോ 2 മാച്ച് ഒരു ട്രിപ്പിൾ ത്രെഡ് മാച്ച് ആകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഒന്ന് IC ചാമ്പ്യൻഷിപ്പ് മാച്ചാണെന്ന് പറഞ്ഞു കേൾക്കുന്നു, മറ്റേത് ചാമ്പ്യൻഷിപ്പ് മാച്ചാണെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. എനിക്കൊന്ന് CM Punk ഇല്ലാത്ത സാഹചര്യത്തിൽ എനിക്കൊന്ന് അവിടെ ഒരു ട്രിപ്പിൾ ത്രെഡ് മാച്ചാക്കാനുള്ള സാധ്യതയുണ്ട്. CM Punk എന്ന് പറയുന്ന ഒരു വലിയ പേരാണ്. സോ CM Punk ഇല്ലാത്ത ഒരു സാഹചര്യം മറ്റേതെങ്കിലും സൂപ്പർ സ്റ്റാർസിലൂടെ റീപ്ലേസ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ പറയാം. ഇപ്പോൾ ഡ്രൂ മക്കിൻ്റെയർ ആണെങ്കിലും അതങ്ങോട്ട് ഡ്രൂ മക്കിൻ്റെയർ വലിയ പേര് തന്നെയാണ്, പക്ഷേ അതങ്ങോട്ട് മാച്ചാവുന്നില്ല റസൽമേനിയയിലേക്ക്. സോ ഒരു ട്രിപ്പിൾ ത്രെഡ് മാച്ച് വെക്കാനാണ് ഇപ്പോൾ സാധ്യത കൂടുതൽ. സോ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന ഒരു റൂമർ എന്ന് പറയുന്നത് സെത്ത് റോളിൻസ്, ഡ്രൂ മക്കിൻ്റെയർ അതുപോലെ തന്നെ സാമി സെൻ ഇവർ തമ്മിലുള്ള ഒരു ട്രിപ്പിൾ ത്രെഡ് മാച്ച് നടക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. പിന്നെ ഗന്ധറിൻ്റെ IC ചാമ്പ്യൻഷിപ്പിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞു കേൾക്കുന്നില്ല, ബട്ട് ഇതൊരു ട്രിപ്പിൾ ത്രെഡ് മാച്ച് ആകുമെന്ന് പറഞ്ഞു കേൾക്കുന്നു. സോ അങ്ങനെയാണെങ്കിൽ അത് വേറെ ലെവലായിരിക്കും. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് സ്മാക്ഡൗണിൻ്റെ കമൻട്രി ടീമുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ്. നമ്മുടെ പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, റോയുടെ കമൻട്രി ടീം എന്ന് പറയുന്നത് മൈക്കിൾ കോളും അതുപോലെ തന്നെ പാറ്റ് മക്കാഫിയുമാണ്. എന്നാലും ഇപ്പോൾ സ്മാക്ഡൗണിൻ്റെ കമൻട്രി ടീമിനെ ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. നമുക്കറിയാൻ സാധിക്കുന്നത് കോറി ഗ്രേവ്സും അതുപോലെ തന്നെ വേഡ് ബററ്റും ആയിരിക്കും സ്മാക്ഡൗണിൻ്റെ കമൻട്രി പാനലുണ്ടാകുക എന്നാണ്. അതിന് കോറി ഗ്രേവ്സ് ആയിരിക്കും ലീഡ് ചെയ്യുന്നത്, പിന്നെ വേഡ് ബററ്റ് എപ്പോഴും ചെയ്യുന്ന പോലെ അതിൻ്റെ ആ ഒരു ഡ്യൂട്ടി ചെയ്യുന്നതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. സോ ഇതാണ് സ്മാക്ഡൗണിൻ്റെ പുതിയ കമൻട്രി. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഇഷ്ടപ്പെടാൻ തീർച്ചയായും ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.